സൂ ഉൽ ഹിഫ്ദ്, മനപ്പാടമാക്കുന്നത് നേരാവിധമല്ല എങ്കിൽ, അല്ലെങ്കിൽ മനപ്പാടമാകുന്നില്ല എങ്കിൽ അതിനാണ് സൂ ഉൽ ഹിഫ്ദ് എന്ന് പറയാം. ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ സമകാലീനനും ഒപ്പം ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ ഗുരുവായി പരിഗണിച്ചിരുന്നതുമായ വ്യക്തിത്വമായിരുന്നു ഇമാം വക്കീഅ് ഇബ്നുൽ ജറാഹ് ഇബ്നു മലീഹ് അർ-റുആസി റഹ്മത്തുള്ളാഹി അലൈഹി. ഇമാം വക്കീഅ് അബൂ സുഫിയാൻ അർ-റുആസി ഇറാഖിലെ മുഹദ്ദിസായിരുന്നു. അദ്ദേഹം ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹിയെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി ഒരിക്കൽ ഉസ്താദിനോട് സങ്കടപ്പെടുന്നുണ്ട്. എന്താ വിഷയം? സൂ ഉൽ ഹിഫ്ദ്, ശരിയാം വിധം മനപ്പാടാക്കാൻ കഴിയണില്ല. എന്താണ് അതിന് ചികിത്സ? ഇന്നും ആളുകൾ ചോദിക്കുന്നൊരു വിഷയമാണത്. മനപ്പാടാക്കാൻ എന്താണ് ചെയ്യേണ്ടത്? പലരും വൈദ്യശാസ്ത്രപരമായി ഇന്നത് ഭക്ഷിച്ചാൽ നല്ല മനപ്പാടാക്കാൻ സാധിക്കും, ഇന്ന ഭക്ഷണം മനപ്പാടമാകുന്നതിന് തടസ്സമാണ്, അതുകൊണ്ട് അത് കുറക്കണം, അല്ലെങ്കിൽ അത് കഴിക്കരുത്, ഇങ്ങനെയൊക്കെ പറയും. അന്ന് ഇമാം അൽ വക്കീഉ ഇബ്നുൽ ജറാഹിനോട് ചോദിച്ചു, മനപ്പാടമാക്കാൻ എന്താണ് വഴി? പഠിച്ചത് പാഠമാകാൻ, ഹൃദിസ്ഥമാകാൻ എന്താണ് വഴി? വക്കീഉ ഇബ്നുൽ ജറാഹ് ആ വിഷയത്തിൽ പ്രതികരിച്ചത്, ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി കവിത രൂപത്തിൽ ശകൗതു ഇലാ വകീഇൻ സൂഅ ഹിഫ്ദി ഫഅർശദനി ഇലാ തർക്കിൽ മആസി വഅഖ്ബറനി ബിഅന്നൽ ഇൽമ നൂറുൻ വനൂറുല്ലാഹി ലാ യുഹ്ദാ ലിആസി എന്നാണ്. വക്കീലിനോട് ഞാൻ സങ്കടപ്പെട്ടു, എൻ്റെ ഹിഫ്ള് മോശമാണ് എന്ന്. അപ്പോൾ അതിന് മരുന്ന് പറഞ്ഞു തന്നു. ഫഅർശദനി ഇലാ തർക്കിൽ മആസി, തെറ്റുകുറ്റങ്ങൾ ഒഴിവാക്കൂ എന്ന്. അതാണ് നിർദ്ദേശം. എന്ന് മാത്രമല്ല കാരണം പറഞ്ഞു. വ അഖ്ബറനി ബിഅന്നൽ ഇൽമ നൂറുൻ, അദ്ദേഹം എന്നോട് പറഞ്ഞു വിജ്ഞാനം പ്രകാശമാണ്, ദീപ്തിയാണ്. വനൂറുല്ലാഹി ലാ യുഹ്ദാ ലിആസി, അള്ളാഹുവിൻ്റെ പ്രകാശം അതൊരിക്കലും പാപിക്ക് നൽകപ്പെടുകയില്ല, കനിയപ്പെടുകയില്ല. അതുകൊണ്ട് സൂ ഉൽ ഹിഫ്ദ്, മനപ്പാടം മോശമാകുന്നത് ചികിത്സിക്കാൻ, തെറ്റുകുറ്റങ്ങളെ ഒഴിവാക്കുക, പാപങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക എന്നതാണെന്ന് പറഞ്ഞു എന്നാണ്. ഇമാം വക്കീഉ ഇബ്നുൽ ജറാഹ് ഇബ്നു മലീഹ് ഇബ്നു അദി അർ-റുആസി, അദ്ദേഹം അൽ ഇമാം അൽ ഹാഫിദ് മുഹദ്ദിസുൽ ഇറാഖ് എന്ന പേരിൽ വിശ്രുതനായ മഹാപണ്ഡിതനാണ്. അദ്ദേഹത്തിൻ്റെ പ്രത്യേകതകളും ചരിത്രങ്ങളൊക്കെ മഹനീയമാണ്. ഏതായാലും ഇവിടെ നമ്മുടെ വിഷയം ഈ സൂ എന്നുള്ള പ്രയോഗം, അതിൻ്റെ അർത്ഥങ്ങളാണ്, അത് തേടുന്ന ആശയങ്ങളാണ്. പല നിലക്ക് അതിൻ്റെ പ്രയോഗങ്ങൾ വന്നിട്ടുണ്ട്. വിപത്തുക്കൾ, വിഷമങ്ങൾ, ഇതേപോലെ ഈ പ്രയോഗത്തിൻ്റെ തേട്ടാണ്. അമ്മ യുജീബുൽ മുദ്ദറ ഇദാ ദഅഉ വയക്ഷിഫു സൂ, നിർബന്ധിതൻ്റെ ദുആക്ക് ഉത്തരം നൽകുന്നവൻ ആരാണ്? ദുരിതവും വിഷമവും പോക്കുന്നവൻ, നീക്കുന്നവൻ ആരാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിച്ചില്ലേ? ഞാനിത് ഒക്കെ ഇവിടെ ഉണർത്തിയത് ഇതുപോലെ ആയത്തുകളിൽ പലയിടത്ത് സൂ പ്രയോഗിക്കപ്പെട്ടിട്ടുണ്ട്, ഹദീസുകളിൽ പലയിടത്ത് പ്രയോഗിക്കപ്പെട്ടിട്ടുണ്ട്. അർത്ഥങ്ങളും ആശയങ്ങളും വ്യത്യസ്തങ്ങളായി ഈ സൂവിന് വന്നിട്ടുണ്ട്. പക്ഷേ എല്ലാം അൽ-ഇമാം ഫൈറൂസാബാദി അദ്ദേഹത്തിൻ്റെ ബസായിറു ദവി തമീസ് എന്ന് പറയുന്ന കിതാബിൽ പറഞ്ഞതുപോലെ, ഹുവ കുല്ലു മാ യഗുമ്മുൽ ഇൻസാൻ മിൻ ഉമൂരിദ്ദാറൈൻ, ഒരു മനുഷ്യന് അവൻ്റെ ഇഹത്തിലെയും പരത്തിലെയും വിഷയങ്ങൾ, പ്രശ്നങ്ങൾ, കാര്യങ്ങൾ, അതിൽ വിഷമവും വേദനയും പ്രയാസവും ഉണ്ടാക്കുന്നതെല്ലാം അത് സൂ ആണ്. നമ്മളിവിടെ പല ഉദാഹരണങ്ങൾ കേട്ടു, പല നിലക്കുള്ള പ്രയോഗങ്ങൾ കേട്ടു. ഒക്കെയും മനുഷ്യനെ വേദനിപ്പിക്കുന്ന, വിഷമിപ്പിക്കുന്ന വിഷയങ്ങളാണ്. അതൊക്കെ സൂ ആണ്. അതിലേറ്റവും മനുഷ്യന് വേദന തരുന്നത്, വിഷമിപ്പിക്കുന്നത് മനുഷ്യൻ്റെ തെറ്റുകുറ്റങ്ങളാണ്, അവനിൽ നിന്ന് വന്നു പോകുന്ന തിന്മകളാണ്. ഇന്നമാ യഅ്മുറുകും ബിസ്സൂ എന്ന് ഷെയ്ത്താൻ്റെ കൽപ്പനയെക്കുറിച്ച് പറയുമ്പോൾ, സൂ കൊണ്ട് മാത്രമാണ് അവൻ കൽപ്പിക്കുന്നത് എന്ന് ഈ ആയത്ത് തേടുമ്പോൾ, മനുഷ്യനെ വേദനിപ്പിക്കുന്ന, വിഷമിപ്പിക്കുന്ന എന്തെല്ലാം ഉണ്ടോ അതുകൊണ്ടെല്ലാം ഷെയ്ത്താൻ കൽപ്പിക്കും. വിശിഷ്യ മനുഷ്യനെ വേദനിപ്പിക്കുന്ന, വിഷമിപ്പിക്കുന്ന തെറ്റുകുറ്റങ്ങൾ, ദുഷ്കർമ്മങ്ങൾ, തിന്മകൾ എന്നുള്ളതാണ് ഇവിടെ നമുക്ക് പ്രത്യേകം വായിക്കുവാനുള്ളത്.